നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ബ്രിസ്ബെയിൻ സെൻറ് തോമസ് യാക്കോബായ സുറിയാനി പള്ളി ഒരുക്കുന്ന ജീവവചനം എന്ന വചന പ്രഭാഷണ പരമ്പരയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ശുദ്ധമുള്ള യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 12-ാം തിരുവചനം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു: പരീക്ഷകൾ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. പരീക്ഷ ജീവിതത്തിൻ്റെ ഭാഗമായി അനുഭവിക്കാത്ത ഒരു മനുഷ്യനും നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടാകുകയില്ല. അത് ജാതി, മത, വർണ്ണ, വർഗ ഭേദമന്യേ സകലരുടെയും ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കടന്നു വരിക സാധാരണമാണ്. അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് തിരുവചനം രേഖപ്പെടുത്തുമ്പോൾ അതിൻ്റെ ആന്തരിക അർത്ഥം തിരിച്ചറിയുക ദൈവ അനുഭവത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു കഥ ഇങ്ങനെയുണ്ട്. ഒരു ദേശത്ത് 2 കർഷകർ ജീവിച്ചിരുന്നു. അവർക്ക് 2 പേർക്കും തുല്യ അളവിലുള്ള ഒരേ സ്വഭാവമുള്ള മണ്ണും ഭൂമിയും അവർക്ക് ലഭിച്ചപ്പോൾ അവർ നല്ല രീതിയിൽ കൃഷി ചെയ്യുകയും അതിൻ്റെ വിളവെടുത്ത് സന്തോഷത്തോടെ കടന്നു വരികയും ചെയ്യുകയായിരുന്നു. എന്നാൽ 2 പേർ തമ്മിലുള്ളതായ പ്രധാന വ്യത്യാസമെന്ന് പറയുന്നത് ഒരാൾ പൂർണ്ണ ദൈവവിശ്വാസിയും ഒരാൾ അല്പം പോലും ദൈവത്തെ ആശ്രയിക്കാത്ത ഒരു വ്യക്തിയുമായിരുന്നു. ഒന്നാമൻ തൻ്റെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങൾക്ക് മുമ്പും ദൈവസന്നിധിയിൽ ആശ്രയം വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവാലോചനയ്ക്ക് ശേഷം അത് നിവർത്തിച്ചുവെങ്കിൽ, രണ്ടാമൻ ഈ ലോകത്തിൻ്റെ ഏതൊക്കെ മേഖലകളിലൂടെ കടന്നുപോയി ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്ത് സാധിക്കുമോ അപ്രകാരം അവൻ ചെയ്യുകയും അവൻ കാർഷിക വൃത്തി ചെയ്യുകയും ചെയ്തു പോന്നു. എന്നാൽ ഒരു കഠിനമായ ഒരു ക്ഷാമം ഈ ദേശത്തെ പിടിച്ച് അടക്കിയപ്പോൾ 2 പേരും നേരിട്ടത് വളരെ വ്യത്യസ്തമായ രീതികളിലൂടെയായിരുന്നു. ഒന്നാമൻ തൻ്റെ കഠിന പ്രയത്നം കൊണ്ട് ദൈവത്തിൽ മുന്നോട്ടും ആശ്രയിച്ചുകൊണ്ട് വലിയ ഒരു കുളം അവൻ കുത്തുകയും ആഴത്തിലുള്ള കുളത്തിൽ നിന്നും വെള്ളമെടുത്ത് അവനും അതുപോലെ ചെറിയ കർഷകരായിരിക്കുന്നവരെ വെള്ളം കൊടുത്തും അവൻ സഹായിച്ച് മുന്നോട്ട് പോയി. അപ്പോഴും അവൻ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നു. രണ്ടാമനാകട്ടെ തനിക്ക് വന്ന് സംഭവിച്ചതായ ദുരിതത്തെ പഴിചാരുവാനുള്ളതായ അവസരമാക്കി അവൻ മാറ്റുകയും മറ്റുള്ളവരെ ദേഷ്യത്തോടെ നേരിടുകയും തനിക്ക് വന്ന ഈ ദുരിതത്തിൽ എല്ലാവരെയും കുറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഒന്നാമനാകട്ടെ ചെയ്തതായ പ്രവൃത്തി മുഖാന്തരം ആ വലിയ വരൾച്ചയുടെ കാലഘട്ടത്തെ അവൻ അതിജീവിക്കുവാനും ഹാർവസ്റ്റിൻ്റെ സമയത്ത് നല്ല വിളവെടുപ്പ് അവന് നടത്തുവാനും മുൻകാലങ്ങളിലേക്കാളും കൂടുതൽ ലഭിച്ചില്ലെങ്കിലും അവർക്കും മറ്റുള്ള പാവങ്ങൾക്കും അല്പം കൊടുക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് വിളവ് ലഭിക്കുവാനും ഇടയായിത്തീർന്നു. എന്നാൽ രണ്ടാമനാകട്ടെ തൻ്റെ കൃഷിയിടത്തെ ഉപയോഗശൂന്യമായി ഇട്ടതുകൊണ്ട് അവന് ഭക്ഷിപ്പാനുള്ളതുപോലും ലഭിക്കുക ഉണ്ടായില്ല. ഒന്നാമൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. തനിക്ക് കിട്ടിയതായ നല്ല വിളവിൽ തനിക്ക് തൻ്റെ ഈ വരൾച്ച കാലഘട്ടത്തെ അതിജീവിക്കുവാനുള്ളതായ ദൈവകൃപ
തന്നതിനെ ഓർത്ത് അവൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെ പരീക്ഷ സഹിച്ചത് ദൈവത്തിൽ ആശ്രയം വെച്ചായതുകൊണ്ട് ഒന്നാമനെ സംബന്ധിച്ച് വലിയ വരൾച്ച അവന് ഒരു ബുദ്ധിമുട്ടായി മാറിയില്ല. അവനതിനെ വളരെ കഷ്ടപ്പെട്ട് ആണെങ്കിൽ പോലും അവനതിനെ അതിജീവിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഗ്യവാനാകുക എന്നത് വളരെ ഒരു വിളിക്കപ്പെട്ട അവസ്ഥയ്ക്ക് തുല്യമാണ്. തിരുവചനം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർ ദൈവരാജ്യം അവകാശമാക്കും. ദുഃഖിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസമുണ്ടാകും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവരുടെ മേൽ കരുണ ഉണ്ടാകും. നിർമ്മല ഹൃദയർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദുഃഖിച്ചിരിക്കുന്നവരും ആത്മാവിൽ ദരിദ്രരായവരും കരുണയുള്ളവരും നിർമ്മല മാനസരുമൊക്കെ ദൈവസന്നിധിയിൽ ഭാഗ്യമുള്ളവരാണെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിലെ പരീക്ഷകളിലൂടെയും ദൈവാശ്രയത്തോടെ മുന്നോട്ട് നീങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളെ നമുക്ക് ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നേരിടാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നീ